എനിക്ക് വഴിതെറ്റി. ഞാൻ വലിയ കാര്യത്തെ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പം 6:30 ആയിട്ടോ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാൻ പറ്റുമോ? വി ആർ ഗോയിങ് ടു കിയാമ. ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കിയാമ. 2 വർഷമായി ഞങ്ങൾ സിഡ്നിയിൽ വന്നിട്ട് ഇതുവരെ പോകാൻ പറ്റില്ല. കിയാമ പോകണമെന്ന് വിചാരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ തടസ്സം വരും കേട്ടോ, എന്താ പറയത്തില്ല. അപ്പം ഇന്ന് രാവിലെ 2 പേരും എഴുന്നേറ്റു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വീക്കെൻഡ് അല്ലേ, എന്ത് ചെയ്യാമെന്ന്. അപ്പം ഹീ ടോൾഡ് നമുക്ക് കിയാമെ പോയാലോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കേട്ടോ കിയാമെ പോകുന്നത്. പ്ലാനിങ് ഒന്നും നടക്കുന്നില്ലായിരുന്നു, പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ് എപ്പോഴും നടക്കുന്നത്. സോ നിങ്ങളെ കൂടെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. ശരിക്കും കിയാമ എന്നല്ല കേട്ടോ പറയുന്നത്, കയാമ എന്നാണ്. ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് കിയാമ എന്നാണ് പറയുന്നത്, വിച്ച് ഈസ് റോങ്. ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒരു ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് 2 മിനിറ്റിനുള്ളിലാണ് അവിടുത്തെ ട്രെയിന്. അപ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്താനുള്ള ഒരു മരണപ്പാച്ചിലാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓടിക്കതച്ച് ഞങ്ങൾ എന്തായാലും ആ ട്രെയിൻ ക്യാച്ച് ചെയ്തു. ഈ ട്രെയിനിൽ ഒരു 10 മിനിറ്റ് ജേർണി ഉണ്ട് കേട്ടോ. ഹേഴ്സ്വിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പം പോകുന്നത്. അവിടെ നിന്നാണ് അടുത്ത ട്രെയിൻ ക്യാച്ച് ചെയ്യേണ്ടത്. അതും ഇതുപോലെ തന്നെ കോമഡിയാണ്. ഒരു 4 മിനിറ്റ്സിനുള്ളിൽ ട്രെയിൻ എടുക്കും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറാണ് ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരുന്നത്. സോ ഇതൊരു ഞാണിന്മേൽ കളിയാണ്. അങ്ങനെ ഹേഴ്സ്വിൽ എത്തിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ അടുത്ത ഓട്ടം തുടങ്ങി. കിട്ടുമോ എന്തോ. അങ്ങനെ ഒരു ഓട്ടത്തിന് ശേഷം ഞങ്ങൾ ട്രെയിൻ ക്യാച്ച് ചെയ്തു. ഇനി 2 മണിക്കൂർ ഇരിക്കണം കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് ഏതാണ്ട് 3 മണിക്കൂർ ടൈം എടുത്തു കെല്ലിയവിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് കിയാമ പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും വരണ്ടേ. അപ്പം പോകുന്ന വഴിയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. ഇതൊരു ക്വയറ്റ് ക്യാരേജ് ആയിരുന്നു. അവിടെ വെച്ചായിരുന്നു ഞാൻ ഇങ്ങനെ ഒച്ചയെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയുള്ളവരുടെ റൂൾസൊക്കെ അത്യാവശ്യം പാലിക്കുന്നവരാണ്. ആരും ഇങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നി. അപ്പം നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ക്വയറ്റ് ക്യാരേജ് ആണെന്ന്. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഏതൊക്കെയോ കാർട്ടൂണുകളിലൊക്കെ കണ്ട സ്ഥലങ്ങളൊക്കെ പോലെ. ഈ ഒരു സ്ഥലം കണ്ടപ്പം ഫോർ സം റീസൺ എനിക്ക് സമ്മർ ഇൻ ബെത്ലഹേമിൽ കണ്ട കുറേ സ്ഥലങ്ങളാണ് ഓർമ്മ വന്നത്. അതിൽ കണ്ട കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നേ. ഇത്തരത്തിലുള്ള ലോങ് ജേർണികൾക്ക് പോകുമ്പം ഞാൻ മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണ് ഇയർഫോണൊക്കെ ഇങ്ങനെ ഓണാക്കി വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ പഴയ മലയാളം മെലഡീസ് ഇങ്ങനെ കേൾക്കുന്നത്. അതിനിടയ്ക്ക് ഇവിടെ ഒരാൾ നല്ല ഉറക്കമായി കേട്ടോ. അങ്ങനെ ഒരു 3 മണിക്കൂറിന് ശേഷം കിയാമ എത്തി ഗൈസ്. അപ്പം കിയാമയിലൊരു ഫേമസ് കിയാമ ബ്ലോ ഹോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 850 മീറ്ററാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് ഇനി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. വരുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്താ പറയുക, നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണത്തില്ലേ അതുപോലെ. തൊട്ട് അപ്പുറത്തെ സൈഡിൽ ബീച്ച്, ഇപ്പുറത്തെ സൈഡിൽ ലഷ് ഗ്രീൻ ഫോറസ്റ്റും കുട്ടി കുട്ടി വീടുകളും. എനിക്ക് എക്സ്പ്ലെയിൻ പറ്റാത്ത രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി, രാവിലെ എഴുന്നേറ്റല്ലേ. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാണ്ട് അങ്ങോട്ടേക്ക് പോവാം. ഇതേലും അങ്ങോട്ട് നോക്കൂ. ഇതുണ്ട് ബ്ലൂ സ്കൈയും അതിൻ്റെ തൊട്ട് താഴെ ആ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടുത്തെ ബസ് കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നുന്നല്ലോ. നമ്മുടെ അവിടുത്തെ ബസ്സിനേക്കാളും കുറച്ച് വെറൈറ്റിയാണ്. ഓപ്പൺ എടുത്തില്ലേ? അയ്യോ, നമ്മൾ ടാപ്പ് ഓഫ് ചെയ്തില്ല ഗൈസ്. ഞങ്ങളില്ലേ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഓർത്തത് ടാപ്പ് ഓഫ് ചെയ്യാൻ മറന്നെന്ന്. ടാപ്പ് ഓഫ് ചെയ്തപ്പോഴാണ് കേട്ടോ ഞാൻ ഷോക്കായി പോയത്. വെറും $5 ആയുള്ളൂ. അവിടുന്ന് ഇവിടം വരെ 3 മണിക്കൂറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചാറ്റ്സൂട്ട് വരെ, അത് വിച്ച് ഈസ് ലൈക്ക് 35 മിനിറ്റ്സേ ഉള്ളൂ. അതിന് $6 ആവാറുണ്ട്. ഇവിടം വരെ വരുന്നതിന് $5 ആയുള്ളൂ. അതെന്താണ് എനിക്കറിയത്തില്ല.
ഇത് കിയാമയുടെ ഒരു ടൗൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുറേ കാഫേസും പിന്നെ ഡോമിനോസ് ഒക്കെ ഉണ്ട് അവിടെ. ചെറുതാണ്. ആ ബിൽഡിങ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ മാപ്പൊക്കെ അങ്ങ് ഓഫ്. ഇനി 4 മിനിറ്റ് കൂടെ ഉള്ളൂ. എനിക്ക് വഴി തെറ്റി. ഞാൻ വലിയ കാര്യത്തെ ഏതോ ഒരു സംതിങ് ആണ് ഞാൻ ഇട്ടത്. ഞാൻ കിയാമ ബ്ലോഹോൾ തന്നെയാണ് ഇട്ടത്. പക്ഷേ അവരെന്നെ ടൗണിലോട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പം ഞാൻ വലിയ കാര്യത്തെ 60 മീറ്റർ എവിടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു ബ്ലോ ഹോളും ഇല്ല, ഒന്നുമില്ല. പിന്നെ വീണ്ടും ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഇനിയുണ്ട് 1 കിലോമീറ്റർ. ഇനി 14 മിനിറ്റ്സ് വീണ്ടും നടക്കണം. അതും അങ്ങോട്ട് ബാക്കിലോട്ടായിരുന്നു. അയ്യോ, നല്ല അന്തസ്സായിട്ട് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ബ്ലോ ഹോൾ പോയിന്റ് എന്ന്. ആ പക്ഷെ ഇത് നടന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി സ്വല്പം ഇൻഫോർമേഷൻ തന്നാലോ? ഈ കയാമ എന്ന് പറയുന്നത് കയറാമ എന്ന് പറയുന്ന ഒരു അബോറിജിനൽ വേർഡിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്ലേസ് വേർ ദ സീ മേക്സ് നോയ്സ്. ധാരാവാൾ എന്ന് പറയുന്ന ആളുകളായിരുന്നു ഇവിടെ പണ്ട് താമസിച്ചിരുന്നത്. 1800-കളിൽ പിന്നെ യൂറോപ്യൻസ് ഇങ്ങോട്ടേക്ക് വന്നേ. ഇതിന് ശേഷമാണ് ഈ സ്ഥലം ഡയറി ഫാമിങ്ങിനും ബാസാൾട്ട് ക്വാറിയിങ്ങിനും ഒക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. കയാമയിലുള്ള ഒരു മെയിൻ അട്രാക്ഷനാണ് കയാമ ബ്ലോ ഹോൾ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ നടന്ന് കാണാനായിട്ട്. ഒരു സ്റ്റേഷനിൽ നിന്ന് 850 മീറ്ററേ ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ച് വഴി തെറ്റിയതുകൊണ്ട് അത് 1 കിലോമീറ്റർ നടക്കേണ്ടി വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ഭംഗിയാണ് നടക്കാനായിട്ട്. ആ തൊട്ട് സൈഡിൽ കാണുന്ന ആ മരങ്ങളൊക്കെ ഇല്ലേ, നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ കണ്ടിട്ട്. ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകതയാണ് ഈ എന്ത് ഇൻഫ്രാസ്ട്രക്ചറും എന്ത് ഡെവലപ്മെൻറ്റ് വന്നാലും അവർ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സൂയിലൊക്കെ കാണുന്ന പക്ഷികളൊക്കെ റാൻഡമായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കിയാമ ബ്ലോ ഹോളിലെത്തി. എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാണ് ഇതുവരെ. എന്താ ഞാൻ കുറേ നേരം കൊണ്ട് കിയാമ ബ്ലോ ഹോൾ എന്ന് പറയുന്നത്, അത് എന്താണെന്ന് മനസ്സിലായില്ലല്ലോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബാബാ അടുത്തോട്ട് പോവാം നമുക്ക്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ബ്ലോ ഹോൾ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇടയ്ക്കുണ്ടല്ലോ ഗൈസ്, ഞങ്ങൾ റെയിൻബോയും കൂടെ കണ്ടു ഇൻ ബിറ്റ്വീൻ. ഇപ്പൊ കാണാം. ആ റെയിൻബോ അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയത്തില്ല. അത് ഈ ബ്ലോ ഹോൾ എന്തായാലും ഒരു നോർമൽ വാട്ടർ ഫൗണ്ടെയിൻ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയേ. സോ ആസ് യൂഷ്വൽ ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു. ഈ സ്ഥലത്ത് ഒരു 260 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്രേ. അപ്പോൾ അന്ന് എപ്പോഴും ഉണ്ടായ ഒരു ലാവ ഫ്ലോ മൂലം ഉണ്ടായതാണ് കേട്ടോ ആ കാണുന്ന വെർട്ടിക്കൽ ഷാഫ്റ്റ് പോലത്തെ സംഭവം. ഈ പാറയുടെ ഇടയിൽ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം അവിടെ വന്ന് തിരമാലകൾ ഫോഴ്സിൽ അടിക്കുമ്പം ആ വാട്ടറും എയർ പ്രഷറും കൊണ്ട് ആ ഹോളിൽ കൂടെ വരുന്നതാണ് കേട്ടോ ഈ വാട്ടർ ഫൗണ്ടെയിൻ. ഇത് ശരിക്കും 25 മീറ്ററോളം ഉയരാമെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഒരു 7 നില കെട്ടിടത്തിൻ്റെ അത്രേ. എന്താ അല്ലേ? ഹൈ ടൈഡിൽ ഇത് കുറച്ചുകൂടെ പൊങ്ങും കേട്ടോ. എനിക്കില്ലേ ഒരു പാലൊക്കെ തിളച്ചു പോകുന്ന പോലെയാണ് തോന്നിയത്. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാതെ പോകുന്നത് എങ്ങനെയാ? ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഷോർട്ട് കോസ്റ്റൽ വാക്കിന് പോയി കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമേ. സോ അതുവരെ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു.